അപ്പൊ നമ്മൾ ഇന്നത്തെ ചലഞ്ച് എന്ന് പറഞ്ഞത് ഈ കിടക്കുന്ന ആക്രികളൊക്കെ വെച്ച് നമുക്ക് വീട്ടിലത്തേക്ക് ഒരു സീലിംഗ് ഫാൻ വാങ്ങിയാല. ആക്രിക്ക് വരെ നിന്നെയും കൂടി എടുത്ത് കൊടുക്കാത്ത എന്താന്നുള്ള ക്ലീശ കോമഡി ഇവിടെ നിരോധിച്ചിരിക്കണം കേട്ടോ. അങ്ങനെ ഞാനും എന്റെ കൂട്ടുകാരനും വേറൊരു ചേട്ടനും കൂടി വീട്ടിന്റെ ചുറ്റോട് കിടന്ന ആക്രികളൊക്കെ പറക്കി കൂട്ടി ചാക്കിലാക്കി. ഇത് ബാഹുബലിയുടെ പ്രവാസി ശിവലിംഗം തൂക്കി പോണേന്നല്ല കേട്ടാ, ആക്രി പറക്കി ചാക്കിലാക്കി ആട്ടോ കയറ്റാൻ കൊണ്ടുപോണേന്ന്. പിന്നെ എന്ത് കാര്യത്തിന്താ ഇതുപോലെ കൂടെ നിൽക്കാൻ കൂട്ടുകാരന്മാരുള്ളതാണ് കേട്ടോ ഏക ആശ്വാസം. അങ്ങനെ ആക്രിയൊക്കെ വാരി കൂട്ടി ആട്ടോയിൽ കയറ്റി ഫ്രണ്ടിലും ബാക്കിലോട്ട് ഫുള്ളായിട്ട് നിറച്ചിട്ടുണ്ട്. ഫാൻ വാങ്ങാൻ പൈസ കിട്ടിയില്ലെങ്കിലും ദൈവമേ ചായ കുടിക്കാനെങ്കിലും കിട്ടണമെന്നും പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ കല്ലറ പാലമുക്കിലുള്ള വീ സ്ക്രാപ്പിലാണ് കേട്ടോ നമ്മൾ ആക്രികളൊക്കെ കൊണ്ടുവന്നത്. ഇവിടെ ആക്രി നല്ല ലാഭത്തിന് എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. ഇത് ഇവിടുത്തെ പരസ്യമൊന്നും അല്ല, എന്റെ അനുഭവം കൊണ്ട് പറഞ്ഞാണ്. അങ്ങനെ കഷ്ടപ്പെട്ട് വാരി കൂട്ടിയതെല്ലാം അവർ ഇഷ്ടപ്പെട്ട് അളന്നെടുക്കുന്നുണ്ട്. നമ്മൾ 1 മണിക്കൂർ കൊണ്ട് പറക്കിയത് അവർ 10 മിനിറ്റ് കൊണ്ട് അളന്ന് തിട്ടപ്പെടുത്തി മാറ്റിയിട്ടുണ്ട്. പിന്നെ അളവിനത്തിന് മാറ്റി കൂട്ടാനായിട്ട് ഞാൻ അവിടെ പോയി നിന്നിട്ടാ ഒരാവശ്യമില്ലായിരുന്നു. അമ്മ അടുക്കളയിൽ ജോലി ചെയ്തോണ്ടിരുന്നപ്പോ കേട്ടോണ്ടിരുന്ന FM ആണ്. നീ അവര് അടുക്കള ജോലി ചെയ്യാൻ വേണ്ടി എന്തൊരു കേട്ടോ ഹോം തിയേറ്റർ ഓടിച്ചു കൊടുക്കുക അല്ലേ? അങ്ങനെ ആക്രിയുടെ തൂക്കമൊക്കെ നോക്കി പൈസയുടെ കണക്കെടുക്കുകയാണ് കേട്ടോ ഇവിടെ. വിചാരിച്ചാലും കൂടുതൽ പൈസ കിട്ടുകൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ്. അടുത്തത് നമ്മളെ ചലഞ്ചിന് വേണ്ടിയുള്ള പോക്കാണ്. അങ്ങനെ കടയിലെത്തി സാധനത്തിന്റെ പൈസ കൊടുത്ത് ഫാനിന് തൂക്കിയിട്ടുണ്ട് കേട്ടോ. കല്ലറ വന്നു കഴിഞ്ഞാൽ അടുത്ത പരിപാടി ചായയും കടിയാണ്. അങ്ങനെ ചായയും കുടിച്ച് നേരെ വീട്ടിലോട്ട്. അപ്പൊ ശരി.